മോദി. ഓണച്ചെലവ് 5000 കോടി കടമെടുക്കാൻ അനുമതി. രക്ഷിത ആർ സൂരജ്. Israel hits Lebanon with 100 fighter jets in self-defense. നമസ്കാരം, ഞാനിന്നിവിടെ പാടാൻ പോകുന്നത് ശ്രീ കുറുപ്പ് സാർ എഴുതിയ മുത്തച്ഛൻ എന്ന കവിതയിലെ ഏതാനും വരികളാണ്. ഇവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോകുവാനല്ലയുണ്ണി. ഇവിടെയും മറക്കില്ലെങ്കിലും ഇവിടെ വിടയോ നിന്നെന്തോ ചെയ്യുകയാവാം. വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ, പണിയൊന്നും ചെയ്തിടാൻ. ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ദേശീയഗാനത്തെ കുറിച്ചാണ്. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ 5 ഖണ്ഡികയുള്ള ഗാനത്തിന്റെ ആദ്യ ഖണ്ഡികയാണ് ദേശീയഗാനമായി 1950 ജനുവരി 24 അംഗീകരിച്ചത്. ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ച ഗാനത്തിന്റെ ഹിന്ദി പരിഭാഷയാണ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. ഏകദേശം 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുക. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ഇതാദ്യമായി ആലപിച്ചത്. സമ്മേളനത്തിന്റെ 2ാം ദിനത്തിലാണ് ഇത് ആലപിച്ചത്. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ 1919 ടാഗോർ തന്നെ ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ദേശീയഗാനത്തിന്റെ മലയാള വിവർത്തനം. അങ്ങാണ് എല്ലാ ജനങ്ങളുടെയും മനസ്സിന്റെ അധിപൻ. ഭാരതത്തിന്റെ ഭാഗ്യത്തിന്റെ വിധാതാവും അങ്ങയുടെ നാമം പഞ്ചാബിന്റെയും സിന്ധിന്റെയും ഗുജറാത്തിന്റെയും മറാഠിയുടെയും ദ്രാവിഡത്തിന്റെയും ഒഡീഷയുടെയും ബംഗാളിന്റെയും ഹൃദയങ്ങളെ രസിപ്പിക്കുന്നു. വിന്ധ്യ ഹിമാലയ പർവ്വതങ്ങളിൽ അത് പ്രതിധ്വനിക്കുന്നു. ഗംഗയുടെയും യമുനയുടെയും സംഗീതത്തിൽ അത് അലിയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഓളങ്ങൾ അത് ഏറ്റുപാടുന്നു. അവ അങ്ങയുടെ അനുഗ്രഹങ്ങൾ അപേക്ഷിക്കുന്നു, സ്തുതി ആലപിക്കുന്നു. ജനങ്ങളുടെ രക്ഷ അങ്ങയുടെ കൈകളിലാണ്. ഇന്ത്യയുടെ ഭാഗ്യവിധാതാവേ, ജയം ജയം. Good morning to all. Today I am going to recite a poem, a boy's song written by James Hogan. I will recite the poem. Where the pools are bright and deep, where the great crowd lies asleep, at the river and over the lea, that is the way for Billy and me. Where the blackbird sings the latest, where the hawthorn blooms the sweetest, where the nestlings sip and feed, that is the way for Billy and me. Where the movers move the cleanest, where the hay lies thick and green, there to drop the homeward bee. Once upon a time, there were 2 cats. They were good friends. They got a piece of bread. While sharing, they made it big and small pieces. So they began to fight for the bigger piece. At the same time, a monkey saw them fighting. I will share it equally, the monkey said. He beat the bigger piece to make it equal. Again he beat the other bigger piece to make it equal. Bit by bit, he ate whole bread and went away happily. The poor cat lost his bread. Good morning. Today I am going to speak some sentences about punctuality. Punctuality means the habit of doing everything on time. It has a great value in our life. It is a good habit of any person to do any task on time. It is one of the most important secrets of the success of any person. It is one of the most important quality or character of a leader who leads country or other works. It is a great virtue of a disciplined person. If we want നിങ്ങളുടേത് അടുത്ത അക്ഷരമാണ് ഇത് പറഞ്ഞത്. ശ്രീബുദ്ധൻ. അകത്ത് സ്വർണം പുറത്ത് വെള്ളി. ശരി ഉത്തരം കോഴിമുട്ട. കൈക്കും പുളിക്കും മധുരിക്കും മിഠായി. ശരി ഉത്തരം
29 ഇന്ന് ദേശീയ കായിക ദിനമാണ്. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണെന്ന്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ 29 നമ്മുടെ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഒളിമ്പിക്സ് ഹോക്കിയിൽ തുടർച്ചയായി ഇന്ത്യക്ക് 3 തവണ സ്വർണ്ണ മെഡൽ നേടിത്തന്ന ഹോക്കി മാന്ത്രികനായിരുന്നു അദ്ദേഹം. ഈ ദിനത്തിലാണ് നമ്മുടെ കായിക ആദിദേവ് ബി 1C മനോഹരമായ ഒരു പുസ്തകം, ബഷീറിന്റെ ബാല്യകാല സഖി. അടുത്തത് അഭി ജെ സിജു UKG A1-ലാണ്. മന്ദകവടി, കുഞ്ഞിക്കവിതകൾ എന്നീ 2 പുസ്തകങ്ങൾ നമുക്ക് ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ 2 കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പിറന്നാൾ ആശംസകൾ. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാടു താണ്ടാം, നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. മഹാത്മാ അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28-ന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിച്ചു. 1907 സാധുജന പരിപാലന യോഗം രൂപീകരിച്ചു. അയിത്താചാരം മൂലം റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും അന്ന് ഈ ജനവിഭാഗങ്ങളെ അനുവദിച്ചിരുന്നില്ല. അതിനെതിരെ അയ്യങ്കാളി ശക്തമായി പോരാടി. അയ്യങ്കാളി